ശ്രീരാമൻ. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ കഥയിലെ വാൽമീകിയുടെ പൂർവകാല ചരിത്രത്തിലെ ആ വരികളിലേക്കൊന്ന് നോക്കാം. കർണാമൃതം തവ രാമം നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ഏതായാലും ശ്രീരാമ പട്ടാഭിഷേകം നടന്നില്ല എന്നുള്ളത് മാത്രമല്ല, ശ്രീരാമൻ വനവാസത്തിന് കാട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ യാത്രയിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നെത്തുകയാണ്. ആശ്രമത്തിൽ ചെന്നെത്തിയപ്പോൾ വാൽമീകി മഹർഷി ശ്രീരാമനോട് നേരിട്ട് പറയുന്ന കഥയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പല തെറ്റുകുറ്റങ്ങളും ചെയ്തിരുന്ന കാലത്ത് ശ്രീരാമൻ അങ്ങയുടെ നാമം ജപിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എന്ന് ശ്രീരാമനോട് വാൽമീകി മഹർഷി നേരിട്ട് പറയുകയാണ്. എന്തൊക്കെയായിരുന്നു ഞാൻ ചെയ്തത് എന്നുകൂടി പറയുന്നു. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം ഉന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. പല നായാട്ടുകാരുടെയും കൂടെ ഞാനും കൂടി പല ജന്തുക്കളെയും എയ്ത് വീഴ്ത്തി. അതും ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. ബ്രഹ്മകർമ്മങ്ങളൊന്നും ഞാൻ അനുഷ്ഠിക്കാതെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അങ്ങനെ നീചനായി ദുഷ്ടനായി തെണ്ടിത്തരങ്ങൾ മാത്രം കൊണ്ട് ജീവിക്കുകയും ചെയ്ത ഞാൻ ഈ ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന സന്ദർഭത്തെക്കുറിച്ച് വാൽമീകി മഹർഷി വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ശൂദ്രസദാചാര തൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേഞ്ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു. നിസ്ത്രപം ചോരന്മാരോട് കൂടി ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകതാ. സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ. മൂഢനായി മധ്യാന്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജനെ ഘോരമഹാ